SNDP അവരുടെ ഒരു നിലപാട് യോഗം ചേർന്ന് തന്നെ ഔദ്യോഗികമായി തീരുമാനിച്ചു. അങ്ങനെ ഫോണിൽ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡേറ്റ് സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വരുമെന്ന് ഈ ആശയം ഞങ്ങളുടെ മുമ്പിൽ വയ്ക്കുമെന്നാണ് ഞാൻ കേട്ട വാർത്ത, അല്ലേ? അവരത്തെ ഞങ്ങൾ സംസാരിക്കും. SNDP NSS ഐക്യത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. പക്ഷെ അതെങ്ങനെയൊക്കെ വേണമെന്നുള്ളത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 21-ാം തീയതി യോഗം കൂടി അതോടൊപ്പം തന്നെ തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ NSSനെ ഔദ്യോഗികമായിട്ട് വിവരം അറിയിക്കാൻ തീരുമാനിച്ചു. അവർ വരട്ടെ, അവർ വരുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഒരു തീരുമാനം വേണം. ഐക്യമെന്നുള്ളത് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും NSSൻ്റെ നേതൃയോഗമല്ല NSSൻ്റെ ഡയറക്ടർ ബോഡി യോഗം വിളിച്ചു കൂട്ടി ഈ വക കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവിടെയും ഒരു തീരുമാനം എടുത്തിട്ട് പറയാം. ഐക്യം എന്ന ആശയത്തോട് ഞങ്ങൾ യോജിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ടാണ്. അത് NSSൻ്റെ യോഗം കൂടി അത് അധികാരപ്പെട്ട യോഗത്തിൽ അവതരിപ്പിച്ച് അത് അംഗീകരിപ്പിച്ചെടുക്കണം എന്നുള്ളത് അതെൻ്റെ ഔദ്യോഗിക ചുമതലയാണ്. അത് ഞാൻ ചെയ്യും. ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ SNDPയെ ചേർത്ത് പിടിച്ചത് NSS ആണെന്നാണ്. ചേർത്ത് പിടിച്ചതല്ല, പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവരുമായിട്ട് ഇപ്പോൾ അനൈക്യമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് അന്നത്തെ സാഹചര്യത്തിൽ സംവരണ വിഷയമൊക്കെ ഉണ്ടായിരുന്നതിന് അതിൻ്റെ പേരിൽ അകൽച്ച ഉണ്ടായി. അത് കഴിഞ്ഞ് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പോകുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ യോജിപ്പോടുകൂടി തന്നെ പോകുമായിരുന്നു. ഇപ്പോഴത്തെ അതൊന്നുകൂടെ എടുത്ത് നടപ്പാക്കേണ്ട ആവശ്യം, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതായതുകൊണ്ട് SNDP അത് ഉന്നയിക്കുന്നു, NSS അത് അംഗീകരിക്കുന്നു, നടപ്പാക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയാണോ? ഇത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയല്ല, അത് ഞങ്ങളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് നിങ്ങൾക്കൊക്കെ തന്നെ അനലൈസ് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് വർഗീയതയുടെ കാര്യമല്ല, വർഗീയതയൊന്നുമില്ല. ഐക്യത്തെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് പ്രതികരണങ്ങൾ. അത് ഈ സന്ധ്യക്ക് കുറേ ആളുകൾ കയറിയിരുന്ന് നിരപ്പുന്നുണ്ട് ഓരോ വിഷയത്തിൽ. അതവർ ചെയ്തോട്ടെ, അവരെന്നാ വേണേൽ പറഞ്ഞോട്ടെ. ഞാനതിനൊന്നും മറുപടി ഒന്നും പറയാൻ പോകുന്നു. വൈകിട്ടാകുമ്പോൾ കുളിച്ച് ഓർഡറുമൊക്കെ ഇട്ട് വന്നിരുന്ന് ആരെങ്കിലുമൊക്കെ തോന്നിയതൊക്കെ വിളിച്ച് പറയുക. കുറേ യോഗ്യന്മാർ. അതിന് ഞങ്ങൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങളെ പുച്ഛിച്ച് തള്ളുക. വർഗീയത എതിർക്കുന്നത് ഒരു സെലക്റ്റീവ് ആണ് തോന്നുന്നുണ്ടോ? ചിലർ പറയുന്നതിനെ എതിർക്കുകയും ചിലർ പറയുന്നതിനെ. വർഗീയതയൊന്നും അല്ലെന്ന്. ഇവിടെ ഈ ഇലക്ഷൻ്റെ പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇലക്ഷൻ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ സമദൂരത്തിലാണ്. ഞങ്ങളുടെ ആളുകൾ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തോട്ടെ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അടിസ്ഥാന മൂല്യങ്ങൾ, NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വരാത്ത വണ്ണം SNDPയും NSSുമായി യോജിച്ചു പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ ഉണ്ടായിരിക്കുന്ന മുഴുവൻ അതല്ലേ. ഇത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതങ്ങ് മാറുമല്ലോ. പക്ഷെ ഐക്യം മാറുകയല്ല, ഒരു സംശയമില്ല. രാഷ്ട്രീയ കാര്യത്തിൽ അതാ ഞാൻ പറയാം. ഈ NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറഞ്ഞില്ല, അത് സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ എടുക്കും. ഐക്യം ആവുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് ഈ സമദൂരം. അത് വിട്ടുള്ള ഏർപ്പെടൊന്നുമില്ല. അത് അദ്ദേഹം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വേർഷനാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ ചർച്ച നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ ചർച്ച നടത്തും എന്നാണ് പിള്ളാപ്പള്ളി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു.
ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ ചർച്ച നടത്താൻ താല്പര്യമുണ്ട്. ഞങ്ങളതിലേക്ക് പോയില്ലല്ലോ. ഞങ്ങൾ SNDP NSS ഐക്യത്തെ പറ്റി ആണ് ഇപ്പോൾ പറയുന്നത്. SNDP NSS ഐക്യം, അതായത് ഹിന്ദു സമുദായത്തിലെ പ്രബല സമുദായങ്ങളാണ് SNDPയും NSS. അവർ തമ്മിൽ യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ആവശ്യമാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ അത് ഉന്നയിക്കുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ഔദ്യോഗിക ബാക്കി കാര്യ തീരുമാനങ്ങളൊക്കെ പിന്നീടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിനെ തുടർന്ന് ഒരു വിശദീകരണക്കുറിപ്പ് കൂടി അങ്ങ് ഇറക്കിയിരുന്നു. അതൊരു സതീശനെതിരായ നിലപാടല്ല ഈ ഐക്യം എന്നൊക്കെ ചൂണ്ടിക്കാട്ടി. അതല്ല, സതീശന് എന്തിനാ ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, SNDP NSSുമായിട്ടുള്ള വിഷയത്തിൽ ഈ സതീശ് അങ്ങനെയാണ് ഇവിടെ KPCC പ്രസിഡന്റില്ലേ, അവരെ തന്നെ അവരെ അല്ലേ ഉയർത്തേണ്ടത്. ഇയാളെ എത്ര പൊക്കി കാണിക്കേണ്ട കാര്യം തന്നെ. അയാളുടെ സതീശനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയൊന്നും ആർക്കും ആളാകട്ടെ. എന്നിട്ട് അയാൾ പറയും വർഗീയത പറയുന്നു. ആരെ വർഗീയതയ്ക്ക് പോകുന്നു? ഞങ്ങളതിന് പോയിട്ടില്ല വർഗീയതയ്ക്ക്. പക്ഷെ അവരൊക്കെ സൗകര്യം പോലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ വർഗീയത കാണിക്കുകയും അതിന് വേണ്ടതായ കരുക്കൾ അണക്കുകയും ചെയ്തിട്ട് ഈ ഞങ്ങളുടെ സ്ലോഗൻ ഇതാണ്, വർഗീയത 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 എന്ന് പറയും. അവർ ഞങ്ങളുടെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തുമായി. അതിന് ഞങ്ങളോട് അങ്ങനെ വരാറായില്ല സതീശൻ. കോൺഗ്രസ്സുകാർ തീരുമാനിച്ച് കാണിക്കായിരിക്കും സതീശൻ പറഞ്ഞോളാം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞില്ല, ഞങ്ങളുടെ ഔദ്യോഗിക എൻ്റെ പാർട്ടിയുടെ തീരുമാനമാണ് പറഞ്ഞില്ല. ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല അങ്ങനെ പറയണ അവർക്ക് ആയിക്കോട്ടെ, കുഴപ്പമൊന്നും. ഈ കഴിഞ്ഞ പ്രസ് മീറ്റ് കഴിയേണ്ട സാറേ, അതുമായി ബന്ധപ്പെട്ട് അനുദൈനിക്കോ ചർച്ചകളൊക്കെ കൊടുക്കുന്ന സുരേഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഈ വാർത്താ സമ്മേളനത്തിന് നീക്കങ്ങൾ വല്ലതും നടത്തിയിരുന്നോ കോൺഗ്രസ്? ഈ കൊടുക്കുന്ന സുരേഷ് MPയൊക്കെ വന്ന് തിരിച്ചുപോയി പിന്നെയും തിരികെ വന്നു. അല്ലല്ല, അത് ഞാൻ കണ്ട കാര്യമല്ല പറഞ്ഞത്. കൊടുക്കുന്ന സുരേഷ് വന്നു തിരിച്ചു പോയി എന്നൊക്കെ ഇവിടെ ചാനലുകാരെ അവിടെ ഒന്നും ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു പോയതായിട്ട്. എന്തോ ഇല്ല, അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്ന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോകുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ സതീശന് പിന്തുണ കുറെ കോൺഗ്രസ്സുകാർ കൊടുത്തല്ലോ സാർ, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് കോൺഗ്രസ്സുകാർ വിലയിരുത്തല്ല സാർ, ഞാനെന്തിനാത് പറഞ്ഞു. സതീശന് ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നും അല്ല, ചുമ്മാ മനുഷ്യൻ പറഞ്ഞ് കോൺഗ്രസ്സുകാർ പറഞ്ഞ് പെരുപ്പിക്കുന്നതല്ലേ. ഈ ഐക്യ ചർച്ചകൾ നടക്കുമെന്ന് പറയുമ്പോഴും അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു NDA പോലൊരു ഘടകകക്ഷിയുടെ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതിനെങ്ങനെയാണ് നോക്കണം? അല്ല, അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. അദ്ദേഹം ആരെ ഏർപ്പെടുത്തിയതെന്ന് അറിയാനില്ല. ഇന്നിപ്പോൾ ചാനലിൽ കണ്ടു, പിന്നെ ഈ തുഷാർ വെള്ളാപ്പള്ളി അല്ലേ അയക്കൊന്ന് കണ്ടു. അപ്പോൾ NDA അങ്ങനൊന്നുമില്ല. ഞാൻ തുഷാരപ്പള്ളി അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ട് കാണുന്നുള്ളൂ. ഈ പൊതുവെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ചില വിമർശനങ്ങൾ, ഈ KM ഷാജിയെപ്പോലുള്ള നേതാക്കൾ നടത്തുന്ന ചില പരാമർശങ്ങൾ, മതമാണ് പ്രധാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതാരും വിമർശിക്കുന്നില്ല. അതേസമയം വെള്ളാപ്പള്ളി പറയുന്നതും അതിനെ വലിയ വർഗീയതയെ ചൂണ്ടിക്കാണിക്കുന്നതും. അല്ല, അവരാരും ഞങ്ങളെ വിമർശിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കുന്നില്ല. ഞങ്ങളെ അവരാരും വിമർശിക്കുന്നില്ല. വിമർശിക്കപ്പെടുന്നവർ വേറെ ഉണ്ട്, അവർ തമ്മിൽ പറഞ്ഞോട്ടെ. അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിമർശനങ്ങൾ പാടില്ലാത്തതാണ് ഇരു കൂട്ടരുടെ ഭാഗത്തുനിന്ന്. ഒരു കൂട്ടൻ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാത്ത. അതാണല്ലോ ഞാൻ പറഞ്ഞത് നേരത്തെ. വെള്ളാപ്പള്ളിയോടുള്ള സമീപനം, നടേശനോടുള്ള സമീപനം കുറച്ചുകൂടെ മര്യാദയോടുകൂടി വേണം. രാഷ്ട്രീയക്കാരെന്നാണ് പറഞ്ഞത്, അല്ലാതെ സതീശൻ്റെ പേരല്ല പറഞ്ഞത്. പിന്നെ എന്നാ സതീശനെ പിടിച്ച് അവിടെ വെക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയക്കാരുടെ സമീപനം എന്ന് ഞാൻ പറഞ്ഞു അന്ന്. അതിപ്പോഴും നോക്കിയാൽ അറിയാം. ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികൾ എല്ലാവരും ചർച്ച നടത്തുമെന്ന് പറയുന്നു. അപ്പോൾ
അതിനൊപ്പം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യം വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തുന്ന പറയുന്നത്. ആര് പറയുന്നു? വെള്ളാപ്പള്ളി നടേശൻ അല്പസമയം മുമ്പ് പറയുന്നത്. അതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളല്ല, ഞാനല്ലല്ലോ അനുസരണം പറയുന്നത്. അത്തരത്തിൽ വരുന്ന ഈ ഐക്യ ചർച്ചകൾ അതൊക്കെ ചർച്ചയാവോ? ഐക്യ ചർച്ചകളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടു വരുമോ? അല്ല, അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നത് SNDP NSS ഐക്യത്തെ സംബന്ധിച്ചാണ്. മറ്റ് ഐക്യത്തെ പറ്റി ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയില്ല. അത് നമുക്കതിന് അത് എങ്ങനെ വേണമെന്നോ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ നോക്കാമെന്നോ ആരും സംസാരിച്ചിരുന്നില്ല. ഞങ്ങളിപ്പം പറയുന്നത് ഈ പ്രബല സമുദായം എല്ലാവരും ഐക്യത്തോടെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മറ്റ് ഹൈന്ദവ സംഘടനകളോടൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോൾ ഈ ഐക്യമാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി മുതൽ ഒരു പ്രശ്നം, ഒരു വാക്കുതർക്കം പോലും NSSുമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുണ്ടാകുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ തുറന്ന സമീപനത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ NSSനെതിരാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ആ തോന്നൽ മാറാൻ ഇത് വളരെയധികം ഉപകരിക്കും. നേരത്തെ ഒരു ഘട്ടത്തിൽ സഖ്യം ഉണ്ടായതായിരുന്നു, അതിനകത്തിൽ സംസാരിക്കുകയും ചെയ്തായിരുന്നു. പിന്നീട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അത് ഈ സംവരണമായിരുന്നു അതിൻ്റെ ബേസ്. ആ സംവരണത്തിൻ്റെ വിഷയം ഇപ്പോൾ ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം രണ്ട് ഭാഗത്ത് നിന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടില്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജാതി സെൻസസ് വിഷയത്തിൽ NSS നേരത്തെ എടുത്ത നിലപാട് ഇപ്പം അതൊന്നും ഞാൻ പറയാൻ വയ്യ. നിങ്ങളെല്ലാം കൂടി ചോദിക്കാതെ. ജാതി സെൻസസിൻ്റെ ഒക്കെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കയറി അതൊന്നും ഇപ്പോൾ കയറി ചോദിക്കണ്ട. നമ്മൾ NSSൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് നേരത്തെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ തുറന്ന സമീപനത്തോട് ഇനി വരുന്ന കാലത്തുള്ളത് രാഷ്ട്രീയ സമീപനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ചർച്ച ചെയ്യും. അതിൽ NSSന്റെ നിലപാടാണ് പ്രാധാന്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ നിലപാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യും. അല്ല, അതൊക്കെ ഞങ്ങൾ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് NSS പറഞ്ഞത് രാഷ്ട്രീയ കാര്യമൊക്കെ ഉൾപ്പെടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇപ്പോൾ സമദൂരം തന്നെയാണ്. അതാരുമായിട്ട് ചർച്ച ചെയ്ത് മാറ്റാനൊന്നും പറ്റുന്ന കാര്യമില്ല. ആ ഒരു സമീപനം ആ സമീപനത്തോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഞങ്ങളതിൽ കൂടെ പോകും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൂടെ അദ്ദേഹത്തിന് പോകും. അത് ഐക്യത്തിന് തടസ്സമാവുകയും ആ നിലപാട് വന്നാലും ഈ സമദൂരം എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കുമെന്നാണോ പറയുന്നത്? എന്നല്ല, NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ട്. ഇപ്പം NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ 3-4 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട്. അതിന് കോട്ടം വരുന്ന തരത്തിൽ ഒരു ഇത് ഉണ്ടാകത്തില്ല. പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനകത്ത് രാഷ്ട്രീയവും ഒക്കെ ഉൾപ്പെടും, മതസൗഹാർദ്ദവും രാഷ്ട്രീയവും എല്ലാം ഉൾപ്പെടും. എല്ലാ മതങ്ങളോടും എല്ലാ സമുദായങ്ങളോടും ഒരേ നിലപാടാണ് ഞങ്ങൾ എടുക്കാനുള്ള ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്ന് പ്രധാനം അതാണ്. ഞങ്ങൾ ഏതെങ്കിലും മതത്തിനോട് വഴക്കിന് പോയിട്ടുണ്ടോ? ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതെങ്കിലും SNDP NSSൻ്റെ ഐക്യം നേരത്തെ വന്നപ്പോൾ ഈ ഒരു വിഷയം നിന്നതുകൊണ്ട് ആ കാര്യത്തിലല്ലാതെ ഞങ്ങൾ ആരോടും ഒരു ഗുസ്തിക്കും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരോടും ഒരുപോലെ സൗഹാർദ്ദം ആയിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്ന്. അത് ഞാൻ മറുപടി പറയേണ്ടതല്ല. ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ട, അതൊക്കെ അവരൊക്കെ തമ്മിൽ തീർത്തട്ടെ. ഈ സഭകളിൽ ക്രൈസ്തവ സഭകൾ ഒരു നിലപാടെടുത്ത് അടുത്ത സർക്കാരിൽ ന്യൂനപക്ഷ വകുപ്പ് അത് മുഖ്യമന്ത്രിമാരാകാണെങ്കിലും അവർ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ്. അത്തരം വിഷയത്തിൽ എന്താണ് ക്രൈസ്തവ ഈ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടൊരു കാര്യം, അടുത്ത സർക്കാർ വരുമ്പോൾ അതിൽ ഈ ന്യൂനപക്ഷ വകുപ്പ്
ഇവിടെ ആണെങ്കിൽ സാധാരണ ലീഗൊക്കെയാണ് ഭരിക്കാറില്ല, UDF ആണെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ അത് കൈവശം വെക്കണം എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ അങ്ങനെ വിവാദമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ആയിരിക്കണം. ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിനകത്ത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു പൊതു സ്വീകാര്യതയ്ക്ക് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും ജാതിയെ കണ്ടുകൊണ്ട് പറഞ്ഞതല്ല. ഈ ലീഗിന് 7 മന്ത്രിസ്ഥാനം വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴിയാലി ഒരു അഭിമുഖത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. നേരത്തെ 5ാം മന്ത്രിസ്ഥാനമൊക്കെ വലിയ വിവാദമായതാണ്. ലീഗിന് എത്ര വേണേൽ കൊടുത്തോട്ടെ, ഞങ്ങൾക്ക് ഒരു മന്ത്രിയും വേണ്ട. ഞങ്ങൾ ഒരു പാർലമെൻ്ററി മോഹവും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങൾക്ക് ന്യായമായിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റുകളോട്, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളോട് അത് നിയമപരമായി നമുക്ക് കിട്ടാൻ അവകാശമുണ്ടെന്ന് ബോധ്യമുള്ളത് മാത്രമേ ഞങ്ങൾ ചോദിക്കുള്ളൂ. അനാവശ്യമായി ഈ എന്തെങ്കിലും ഒരു അവകാശം വേണം, അല്ല ഇന്നത് വേണം എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുത്തരുടെയും പഠിക്ക് പോയി യാചിക്കാറില്ല. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നോ നാളെയോ ചർച്ചയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. അത് അറിഞ്ഞുകൂടാ. എനിക്ക് ഇത് കണ്ടതല്ലേ ഉള്ളൂ, ഇപ്പം കണ്ടതല്ലേ ഉള്ളൂ. എന്നാ വരുന്നതെന്നും അറിയാൻ പറ്റാം. പത്രസമ്മേളനത്തിനിടയിൽ പറഞ്ഞത് ഇന്നോ നാളെയോ ആയി തന്നെ, ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ എത്തും. അത് വെയിറ്റ് ആൻഡ് സീ. NSSനുമായിട്ടുള്ള ചർച്ച ഇവിടെ വെച്ചതാണ്. ചർച്ചയിൽ പ്രധാനമായും എന്തെങ്കിലും കാര്യങ്ങൾ NSS പറയാനായി ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഞാനിപ്പോൾ പറയത്തില്ല. അങ്ങനെയൊന്നും തന്നെ കളിയാക്കല്ലേ. സ്വീകരണം ഒരുക്കുമോ? വലിയ തുഷാറെത്തുമ്പോൾ ചർച്ചയ്ക്ക് എത്തുമ്പോൾ വലിയ സ്വീകരണം ഒരുക്കുമോ? എന്തോ സ്വീകരണമാണ്. നമ്മളിവിടെ വരും, ന്യായമായിട്ടുള്ള, അല്ലാതെ അതിന് വിശേഷമൊന്നുമില്ല. എന്നാ സ്വീകരണം? ഞാൻ അദ്ദേഹം വന്നാൽ എൻ്റെ ഒരു മകനെ പോലെ അനിയനെ പോലെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നേതാവായിട്ട് സ്വീകരിക്കുന്നതല്ല. ഇത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് യോഗം വിളിച്ചു കൂട്ടി. യോഗം എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് കൊടുക്കും, പരമോന്നത സഭ അതാണ്. അവർ വിളിച്ച ഈ വിവരങ്ങൾ പറയണം. ഇത് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ ഐക്യത്തിനുള്ള തീരുമാനം അവിടെ ഉണ്ടാകും. NSSൻ്റെ സംവിധാനം അനുസരിച്ച് അത് എല്ലാവരും അതിനോട് യോജിക്കാൻ ആണ് 100% സാധ്യത. അത് അവർ വന്ന് കണ്ടതിന് ശേഷം, കണ്ടുപോയതിന് ശേഷം നമ്മൾ വിളിച്ചു കൂട്ടുന്നു. ഈ NSS SNDP ഐക്യത്തിൽ ആരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കൊരു തോന്നിയിട്ടില്ല. ആശങ്കപ്പെടുന്നത് രാഷ്ട്രീയക്കാരാണ്, വേറെ ആരും ആശങ്കപ്പെടുന്നില്ല. ബാക്കിയൊക്കെ ഈ പൊള്ളത്തരം വൈകിട്ട് സന്ധ്യയ്ക്ക് പറഞ്ഞ് വിളിച്ചു പറയുന്ന ഓരോരുത്തർ. ഏതിന്? അല്ല, ഞാൻ ചർച്ചത്തെ ഐക്യത്തെ സ്വാഗതം ചെയ്തു, കണ്ടീഷണലായിട്ട് പറഞ്ഞല്ലോ. ഇന്ന തരത്തിലാണെങ്കിൽ ഐക്യം. കണ്ടീഷൻ ഇതല്ലേ പറഞ്ഞത്, NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ. അത് ഞങ്ങൾ എത്ര വന്നാലും ബലികഴിക്കത്തില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഇത്ര വെള്ളക്കൂടം വേണമെന്നോ കോളേജ് വേണമെന്നൊന്നും ഉള്ളതല്ല, പൊതുതത്വമാണ് ഞങ്ങളെടുത്തിരിക്കുന്നത്. അത് രാഷ്ട്രീയ കാര്യത്തിൽ നമ്മളെടുത്തിട്ടുള്ള നിലപാട് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി, മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി നമ്മളെടുത്തിട്ടുള്ള നിലപാട് അതൊക്കെ അടിസ്ഥാനപരമാണ്.
മുമ്പ് ഈ 2012 പിന്നീട് പലതവണ ഐക്യമുണ്ടായി. ഐക്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് രണ്ടുപേരും മടങ്ങി. ഈ ഒരു ഐക്യത്തിന് അങ്ങനത്തെ ഒരു ആശങ്ക നേതൃനിരയിലും പാർട്ടിയുടെ സംഘടനയ്ക്കകത്തും ആളുകൾക്ക് ഉണ്ടോ? അതിപ്പം ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അദ്ദേഹം പറയുകയും ചെയ്തു ഇതിന് യാതൊരു അഴിവുമില്ല എന്ന് പറയുകയും ചെയ്തു. അതല്ലേ ഇപ്പോൾ വിശ്വസിക്കാൻ ഒക്കൂ. താങ്കളോട് നന്ദി പറഞ്ഞു, ഉം? സ്നേഹത്തോടെ നന്ദി പറഞ്ഞു. അതെ, താങ്കളോട് ഞാനും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറയുമ്പോഴേ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നൊരർത്ഥം കൂടി ആണല്ലോ, വെല്ലുവിളി നേരിടുന്നില്ലേ? ഹിന്ദുക്കളുടെ യോജിപ്പില്ലായ്മ വെല്ലുവിളിയല്ലേ, ഹിന്ദുക്കളുടെ തന്നെ. പിന്നെ ഈ മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നും, അത് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും, അല്ലാതെ വേറെ സമുദായങ്ങളുടെ ഭാഗത്തല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പിന്നെ ഭീഷണികൾ നേരിടുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കാത്തവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല എന്നുള്ള സാധനമായിരിക്കും. അല്ല, ഒന്നിച്ച് നിൽക്കാത്തതുകൊണ്ടല്ല. അപ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന ഇപ്പോൾ അവരുടെ SNDP സംഘടന വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കല്ലേ, അവർ മുന്നേറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NSS ഞങ്ങൾ നിശബ്ദമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ഈ VV സതീഷിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രതികരിച്ചത്. പിന്നീട് ഒരു പത്രക്കുറിപ്പിലൂടെ അത് കുറച്ചുകൂടെ വ്യക്തത വരുത്തി. സതീഷിനെതിരെ അല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ല. അല്ല, അതിന് രണ്ടർത്ഥമുണ്ട്. ആ അർത്ഥം സതീശനല്ല എന്ന് പറഞ്ഞാൽ സതീശനെ ഒഴിവാക്കാൻ വേണ്ടിയും സതീശനോട് സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു സീരിയസ് മാറ്റർ ഉന്നയിക്കുമ്പോൾ ആ മാറ്ററിൽ പെടാത്ത കാര്യത്തിന് നമ്മളെന്തോന്നാണ് പറഞ്ഞത്? ഐക്യം NSS പറഞ്ഞത് കണ്ടീഷണലായിട്ട്. അതിനിടെ കയറി അന്ന് എന്ന് തന്നെയല്ല, രാഷ്ട്രീയക്കാർ ആണ് കുറ്റപ്പെടുത്തിയത്. വെള്ളാപ്പള്ളി നടേശന് മാന്യതയില്ലാതെ പെരുമാറുന്ന രാഷ്ട്രീയക്കാരെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ വെള്ളാപ്പള്ളി സതീശിനെ എടുത്ത് വെക്കേണ്ട കാര്യം തോന്നുന്നു. അത് ഇവിടുത്തെ പൊളിറ്റിക്സ്. അത് നിങ്ങൾ ചാനലുകാരും മാധ്യമങ്ങളും കൂടെ ഉണ്ടാക്കിയ പണിയാണ്. അതിൽ ഈ സമാനമായ എല്ലാ വിഷയങ്ങളിലും വെള്ളാപ്പള്ളി യോജിപ്പില്ലാന്ന് പറഞ്ഞു. വിദ്വേഷ പരാമർശങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് വിവാദമായിരിക്കുന്നത് സജി ചെറിയൻ വെള്ളാപ്പള്ളി എന്നല്ല, കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിനോട് യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും കണക്കിലെടുത്ത് അദ്ദേഹത്തിനോട് കുറച്ചുകൂടെ മാന്യതയ്ക്ക് പെരുമാറേണ്ടതായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഇയാളെ എടുത്ത് കാണിക്കേണ്ട കാര്യം എന്തെന്ന്. അപ്പം അയാളെ ഉയർത്താൻ വേണ്ടി അതിന് കൂട്ടുനിൽക്കുന്ന ചില മാധ്യമങ്ങൾ അത് ആ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന്. സമാനമായ പരാമർശം, ഈ വിദ്വേഷ പരാമർശം മന്ത്രി സജി ചെറിയന്റെ ഭാഗത്തുനിന്നുണ്ടായി. വടക്കൻ കേരളത്തിലെ ചില സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് ജയിച്ചു വരുന്ന ആളുകളുടെ മതം പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം നിരുപാധികം അങ്ങനെ അതൊക്കെ അവർ പറയാൻ ഒക്കില്ല. അവർ പറഞ്ഞോട്ടെ, ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടുത്തെ മുസ്ലിമിനെ ആയിട്ട് തെറ്റിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കാനോ ഒന്നും NSS ഒരുങ്ങത്തില്ല, ഒരുങ്ങിയിട്ടുമില്ല. ആ വക കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ തീർത്തോട്ടെ, ഞങ്ങളൊന്നിലും ഇല്ല. എല്ലാവരും സൗഹാർദ്ദത്തോടെ പോകണം എന്നുള്ള ഉദ്ദേശക്കാരാണ്. നിലവിൽ UDF-നകത്തെ ഐഷ പോറ്റിയടക്കമുള്ള CPM നേതാക്കളെയൊക്കെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്ന സതീശൻ നിർണായക പങ്കുണ്ട്. എന്തോ ഈ ഐഷ പോറ്റിയടക്കമുള്ള CPM നേതാക്കളെയൊക്കെ കോൺഗ്രസിലേക്കും UDF-ന്റെ ഒപ്പം കൊണ്ടുവരുന്ന സതീശൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ കൂടി സതീശൻ ആ മേഖല അത് ഞാനെങ്ങനെ പറയാൻ സതീശൻ പങ്കുവച്ചു? നിങ്ങൾ സതീശൻ അല്ല, നിങ്ങൾ പറയുന്നതല്ലേ, അത് അവരുടെ വായിൽ നിന്ന് വരുന്നില്ലല്ലോ. അതൊക്കെ അങ്ങനെ എന്തെല്ലാം പറയും, അതൊക്കെ ശരിയാവണമെന്നുണ്ടോ? ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളിലടക്കം സതീശന് വലിയ റോളുണ്ട് എന്നൊക്കെയാണ് പൊതുവെ കോൺഗ്രസിൽ വിലയിരുത്തൽ വരാറുള്ളത്.
ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉപതെരഞ്ഞെടുപ്പൊന്നും രാഷ്ട്രീയമല്ലെന്ന്. ഞങ്ങൾ ഇപ്പം നമ്മൾ തമ്മിൽ അയലോക്കത്ത് താമസിക്കുകയാണ്, നിങ്ങൾ കയറിയ ഇലക്ഷൻ നിൽക്കുക, ഞാൻ നിങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്യും. നിങ്ങൾ സൗഹാർദ്ദത്തിലാണ്, നമ്മൾ തമ്മിൽ സൗഹാർദ്ദത്തിലാണ്, ഞാൻ നിങ്ങൾക്ക് തന്നെ തരത്തുള്ളൂ. രാഷ്ട്രീയം അവിടെ നോക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയ ഏരിയയ്ക്കകത്തുള്ള വിഷയമാണ്. തദ്ദേശ അതും ഇത് വ്യത്യാസം ഉണ്ടെന്നാണ്. അതിന് രാഷ്ട്രീയത്തിന് പ്രാധാന്യം ഇല്ല ഇതിനകത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിലമ്പൂരും അവിടെ ഇവിടെയൊക്കെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടല്ലോ, അതിലും സതീശന്റെ റോള് പ്രധാനമാണ്. അല്ല, അത് പിന്നീട് കാണില്ല. കാര്യങ്ങൾ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയല്ലോ. അതിൻ്റെ റിസൾട്ടല്ലേ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നത് കാണുന്നത്. അതിന് ഇത് ബാധകമല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനെ ബാധിക്കുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ജനം അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള അത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാകുമോ? അല്ല, എന്നാ ചർച്ചയാവുമെന്ന്, എവിടെ ചർച്ചയാവുമെന്ന് ജനം അത് പരിഗണിച്ചാണോ വോട്ട് ചെയ്യുക? അതൊക്കെ പരിഗണിക്കുമെന്നുള്ളതാണ്. അല്ല, അതും എനിക്കത് പറയാൻ അതും ഒരു ഘടകമാകും. ഒരു സംശയം അതെ, പോട്ടെ, കുറ്റം ചെയ്തപ്പോൾ ജയിലിൽ പോട്ടെ, എന്താ ഞങ്ങൾക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. ആരാണോ കുറ്റം ചെയ്തത് അവരെ പിടിക്കണം, അവരെ ജയിലിലിടണം, അവർ കർശനമായ ശിക്ഷ കൊടുക്കണം, അവരിൽ നിന്ന് തൊണ്ടി ഈടാക്കാനുണ്ട് ഈടാക്കുകയും വേണം. ആരായാലും ഒരു ഭരണ തുടർച്ച വീണ്ടും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ സംസ്ഥാനത്ത്? എനിക്ക് അതിനെപ്പറ്റി ചിന്തയേ ഇല്ല. ആര് ഭരിക്കാൻ വന്നാലും ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ടൊരു പ്രത്യേകത ഞങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാനൊന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല. അതിനി ഇടതുപക്ഷം ജയിച്ചാലും വലതുപക്ഷം ജയിച്ചാലും ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവരുടെ ഒന്നും പഠിക്കാൻ ഞങ്ങൾ ഈ പിച്ചക്ക് പാത്രമായിട്ട് ചെല്ലത്തില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഭരണഘടന അനുസരിച്ച് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. അത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ, കോടതിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വഴിയിലൂടെ ഞങ്ങൾ പോവല്ലാതെ വേറൊന്നുമില്ല. ഈ സ്വർണ്ണക്കൊള്ളയിലെ ഇഡിയുടെ ഒരു അന്വേഷണം കൂടി തുടങ്ങിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ്. അതൊക്കെ നടക്കട്ടെ, കോടതിയുടെ നിർദ്ദേശമല്ലേ. കോടതി ആ കാര്യത്തിൽ വളരെ ജാഗ്രതയോട് മുന്നോട്ട് പോകുന്നുണ്ട് ആണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പോകട്ടെ, കണ്ടുപിടിക്കട്ടെ. അതിനു മുമ്പേ നമ്മൾ കയറി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല ഒരിക്കലും. ഈ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കണ്ട ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത് പോറ്റി. അപ്പോൾ അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തുമോ? ഉന്നതരിലേക്ക് അന്വേഷണം കുറിച്ച് അടുക്കുകയാണ്. അത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് സർക്കാർ നീങ്ങുമെന്നൊക്കെ കരുതുന്നുണ്ടോ? അതോ കടകംപള്ളി സുരേന്ദ്രൻ തെറ്റുകാരനാണെങ്കിൽ അങ്ങോട്ട് അടുക്കുകയല്ലേ, കുറച്ചുകൂടെ പെട്ടെന്ന് അടുക്കുക വേണ്ടത്. ഞാനിത് പറഞ്ഞില്ലേ, ആരായാലും കുറ്റക്കാരെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് അവർ കണ്ടുപിടിക്കണം, അത്യാവശ്യം. അതിന് ചർച്ച അവരോട് അവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കാം. അത് ചെയ്യട്ടെ, പക്ഷെ നിരപരാധികളോട് കാണിക്കരുത് ആരായാലും. അതെനിക്കറിഞ്ഞൂടാ, അത് അവരോട് ചോദിച്ചാൽ മതി. ഇപ്പോഴത്തെ ഈ ഒരു ദേവസ്വം ബോർഡിന്, അതായത് ഇപ്പൊ ജയകുമാർ സാർ എല്ലാവരും തൊട്ടുമുമ്പുള്ള അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ കോടതിയല്ല, ഞാൻ ഗവൺമെന്റ് സംവിധാനത്തിലൊന്നും ഉള്ള ആളല്ല. ഐക്യം എന്നൊക്കെ പറയുമ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നത് ഈ ഐക്യം CPM-ന് വേണ്ടിയാണ് പലതരത്തിലുള്ള ഇത് വരുന്നത്. അത് തെറ്റാ, ഒരു സംശയമില്ല. അത് തെറ്റാ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഒരു അർത്ഥവും ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. സാറേ, കഴിഞ്ഞ പ്രസ് മീറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് മന്ത്രി VN വാസവൻ ഫോണിൽ വിളിച്ചത്. അപ്പം CPM-ന് വേണ്ടി ഐക്യം ഉണ്ടാകുന്ന തരത്തിലാണ് ചർച്ചകളൊക്കെ വരുന്നത് പലതരത്തിൽ. അദ്ദേഹവും ഞാൻ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. വിളിച്ച് കാണും,
അത് പക്ഷേ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവരാരും ഇടപെടത്തുമില്ല, ഞങ്ങളാരും ഇടപെടത്തുമില്ല. SNDP NSS നേതാക്കൾ ഒന്നിച്ച് ഒരു ഐക്യയോഗ സമ്മേളനമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? എന്താ പറഞ്ഞേ? ഒന്നിച്ചൊരു ഐക്യ സമ്മേളനം, പൊതുസമ്മേളനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ, ഇപ്പോഴേ പറയാനൊക്കൂ. എല്ലാം എനിക്കിപ്പോഴേ പറയാനോ. ഐക്യം എന്നുള്ളത് യാഥാർത്ഥ്യമാകും എന്ന് മാത്രമേ പറയാനൊക്കൂ. ഈ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയുമല്ലേ ഇങ്ങനൊരു ഇതിലൂടെ? അങ്ങനെ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. ഐക്യം ചർച്ച നടത്തുമെന്നാണ് അല്പം മുമ്പ് SNDP നേതൃത്വം പറഞ്ഞത്. രാഷ്ട്രീയ ലീഗ് ഒഴികെയുള്ള മറ്റെന്ത് സമുദായ സംഘടനകളുമായി അല്ല, ഞങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് പിന്നെ വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ലെന്നാണ് അർത്ഥം. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. അതാ പോകണ്ടേ. പിന്നെ ഞങ്ങളുമായിട്ടൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാകാത്ത വണ്ണം പിന്നെ ഉള്ള കാര്യങ്ങൾ അത് അദ്ദേഹം നോക്കിക്കോളും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.